ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡിന് വർണ്ണാശബളമായ ആഘോഷരാവിന് അരങ്ങൊരുങ്ങാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം ബാക്കി നിൽക്കെ ഈ 18 പേരും ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആരൊക്കെയാണ് ആ 18 പേർ? ലാലേട്ടൻ്റെ സ്റ്റേജ് ഷോ ഷൂട്ടിങ്ങൊക്കെ അവസാനിച്ചോ? ഇന്ന് പുറത്തു വന്ന പ്രൊമോയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമെന്ത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയി നമുക്ക് ഇന്ന് പുറത്തു വന്ന പ്രൊമോയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണെന്ന് പരിശോധിക്കാം. ഇന്ന് ഏഷ്യാനെറ്റ് മാത്രം രാവിലെ ചെറിയൊരു ബിഗ് ബോസിൻ്റെ പ്രൊമോ പുറത്തുവിടുകയുണ്ടായി. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, എന്നിട്ട് ഇപ്രകാരം പറയുന്നു: ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ടാസ്ക് കൊടുത്താൽ ടാസ്ക് ടീമിൻ്റെ തലമണ്ടയ്ക്ക് ഇട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ പല സീസണിലും കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ടാസ്കിന് പകരം പുതിയൊരു ടാസ്ക്കാണ് ഇപ്രാവശ്യം ഈ സീസണിൽ വരാൻ പോകുന്നതെന്നുള്ള സൂചനയാണ് ഈ ഒരു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തോ വലുതായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഈ പ്രൊമോയിൽ മനസ്സിലാക്കാം. കാരണം ഇപ്രാവശ്യം വെറൈറ്റി ഒരു ടാസ്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയാണ് ഈ പ്രൊമോയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ലാലേട്ടൻ ഈ പ്രൊമോ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 1 days to go കാണൂ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും എന്ന് പറഞ്ഞിട്ട് പ്രൊമോ അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രൊമോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബിഗ് ബോസ് സീസൺ 7ലേക്ക് മത്സരിക്കാൻ വരുന്ന 18 പേർ ആരൊക്കെയാണെന്ന് അറിയേണ്ടത്. ഫുൾ കൺഫേം ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 18 പേർ, അതായത് 18 പേർ കോമണേഴ്സ് ഉൾപ്പെടെ 18 പേർ. ഒരു കോമണേഴ്സ് വരുന്നുണ്ട്, അതാണ് 18 പേർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു കോമണേഴ്സ് ആവില്ല, ചിലപ്പോൾ ഒരുപാട് കോമണേഴ്സ് ഉണ്ടാവാം കേട്ടോ. അതിൽ അറിഞ്ഞൊരു പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അവസാന കോമണേഴ്സിൻ്റെ പേര് ഞാൻ പറയത്തുള്ളൂ. ഒരാണാണ്, ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ആണെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം കോമണേഴ്സ് ആരാകും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കൺഫേം ലിസ്റ്റ് ഒന്നിൽ പറഞ്ഞ പേര് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് രേണു സുധിയുടെ പേരാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത്. രണ്ടാമത് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് അഭിശ്രീയുടെ പേരാണ് പറയാൻ പോകുന്നത്. മൂന്നാമത് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ പേരാണ്. നാലാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യൻ്റെ പേരാണ് നാലാമതായിട്ട് പറയാൻ പോകുന്നത്. അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഒനിൽ സാബുവിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ആറാമത് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ സിംഗറായിട്ടുള്ള അക്ബർ ഖാൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏഴാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ശാരികയുടെ പേരാണ്. ഇൻ്റർവ്യൂവറായിട്ടുള്ള നമ്മുടെ ശാരികയുടെ പേരാണ് ഏഴാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. എട്ടാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് കലാപ സരികയുടെ പേരാണ് പറയാൻ പോകുന്നത്. ഒമ്പതാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ലിസ്റ്റിൽ പറയാത്ത പേരാണ്, കൺഫേം ലിസ്റ്റിൽ 1 പറയാത്ത പേരാണ്. പുതിയൊരു കണ്ടസ്റ്റൻസ് ആണ്. ഓക്കെ, ശൈത്യ സന്തോഷിന് ഞാൻ ഫോട്ടോ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. ശൈത്യ സന്തോഷ് ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് മത്സരിക്കാൻ വരുന്നുണ്ട്. 100% കൺഫേം ആയ ലിസ്റ്റാണ്. നമുക്ക് നോക്കാം ശൈത്യ സന്തോഷ് ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും ശൈത്യ സന്തോഷ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് മത്സരിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 10ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ആര്യൻ കത്തൂരിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. 11ാമതായി പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഷാനവാസ് ഷാനുവിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. 12ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നെവിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. 13ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് അനുമോളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ സെലിബ്രിറ്റി ആയിട്ടുള്ള അനുമോളുടെ പേരാണ്. പിന്നെ 14ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ RJ ബിൻസിയുടെ പേരാണ് പറയാൻ പോകുന്നത്. 15ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ദീപക് മോഹൻ്റെ പേരാണ്. 16ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ആദില നൂറയുടെ പേരാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണോ അതോ സെപ്പറേറ്റ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ഉണ്ടെന്ന് അറിയുന്നുണ്ട്, കൺഫേം ആണെന്നാണ് അറിയുന്നത്.
17ാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്തിൻ്റെ പേരാണ്. പുള്ളി 100% കൺഫേം ആണ്. ഇനി അവസാനം പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് 18ാമത്തെ കണ്ടസ്റ്റൻസ് ഒരു കോമണേഴ്സ് ആണ്. അനീഷ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെയിൻ കണ്ടസ്റ്റൻസ് ആണ്, കോമണേഴ്സ് ആയിട്ട് വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ 1-2 കോമണേഴ്സ് ഉണ്ടാകാം, എങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ 18 പേരിൽ ഫുൾ കൺഫേം ലിസ്റ്റാണ്. 100% വരാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഫുൾ കൺഫേം ലിസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ കൺഫേം ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺഫേം ലിസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിന് ശേഷം ഈ കൺഫേം ലിസ്റ്റ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ പറയാത്ത ഒരു പേര് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ശൈത്യ സന്തോഷിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വർണ്ണാശബളമായ ആഘോഷരാവിന് അങ്ങനെ അരങ്ങൊരുങ്ങാൻ സമയമായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂരങ്ങളുടെ നാളാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയണ്ടേ, ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റേജ് ഷൂട്ടിങ്ങൊക്കെ അവസാനിച്ചു എന്നുള്ളത് അറിയണ്ടേ. ഏകദേശം നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റേജ് ഷോ പ്രോഗ്രാമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഇന്ന് കുറച്ച് വൈകിട്ടാണ് ഈ സ്റ്റേജ് ഷോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ തുടങ്ങിയതെങ്കിലും അവസാനിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊരുപാട് പ്രോഗ്രാംസും ഒരുപാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾക്ക് നാളത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. നാളെയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് വരാൻ പോകുന്നത്. നാളെ രാത്രി 7 മണിക്ക് ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും നിങ്ങൾക്ക് തത്സമയമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഈ കൺഫേം ലിസ്റ്റിൽ ആരെങ്കിലും ചെറിയൊരു മാറ്റമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെ ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസവും നാളെ എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇതെൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ബിഗ് സർപ്രൈസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും വിഷ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, അതിലൂടെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.